KSRTC ഡിപ്പോകളിൽ വിമാനത്താവളത്തിലേതിന് തുല്യമായ സൗകര്യങ്ങൾ ഒരുക്കലാണ് ലക്ഷ്യമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ബസ് സ്റ്റേഷനുകളിൽ യാത്രക്കാർക്ക് സൗഹൃദപരമായ അന്തരീക്ഷമുണ്ടാകണം. അതിനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകുന്നത്. KSRTC ജീവനക്കാർക്ക് ഒരു ഗഡു ക്ഷാമബത്ത അനുവദിക്കുന്നതിനുള്ള ചർച്ചകൾ നടന്നുവരികയാണെന്നും മന്ത്രി പറഞ്ഞു. ആറ്റിങ്ങൽ KSRTC ഡിപ്പോയിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ ബസ് ടെർമിനലിൻ്റെയും ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെയും നിർമ്മാണോദ്ഘാടനങ്ങൾ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്, 3 ബസ് സ്റ്റേഷന് വേണ്ടിയിട്ടാണ് പ്രത്യേക താല്പര്യം എടുത്തിട്ടുള്ളത്. ഒന്ന് അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ കൊട്ടാരക്കര, അത് കഴിഞ്ഞാൽ ആറ്റിങ്ങൽ, പിന്നെ കൊല്ലം. ഈ 3 ബസ് സ്റ്റേഷനുകളും ഒന്ന് നവീകരിച്ച് പണിയണം എന്ന് അദ്ദേഹം എപ്പോഴും പറയാണ്. കൊല്ലത്തെ ബസ് സ്റ്റേഷന് കാണാനില്ല, അത് അവശ നിലയിലാണ്. കൊട്ടാരക്കരയിൽ വളരെ പഴകിയതാണ്, വലിയ ബസ് സ്റ്റേഷൻ ആണെങ്കിലും പഴകിയ ബസ് സ്റ്റേഷനാണ്. ആറ്റിങ്ങൽ ഇത്രയും നല്ല ഒരു റോഡിന്റെ സൈഡിലുള്ള ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് നമുക്ക് നല്ല രീതിയിലൊരു ബസ് സ്റ്റേഷൻ വേണം എന്ന് അദ്ദേഹം എന്നോട് എപ്പോഴും ആഗ്രഹം പ്രകടിപ്പിച്ചത്. അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ച് ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അംബികയോട് പറഞ്ഞു, അംബിക പോയി എന്ന് ധനകാര്യമന്ത്രിയെ കാണും, പൈസ തരും എന്ന് പറഞ്ഞു. പക്ഷെ ചെന്ന് കണ്ടതിൻ്റെ അന്ന് തന്നെ പൈസ കൊടുക്കണം. പൈസയുടെ കാര്യത്തിൽ ധനകാര്യ വകുപ്പ് ഇച്ചിരി ദാരിദ്ര്യം കാണിച്ചെങ്കിലും, പക്ഷെ പിന്നെ ഇത് PWD കൊണ്ട് നിർമ്മിക്കാൻ നമ്മൾ തീരുമാനിച്ചു. അവർ 20 കോടിയുടെ എസ്റ്റിമേറ്റാണ്. പ്രധാനപ്പെട്ട ബസ് സ്റ്റേഷനിലെല്ലാം എയർ കണ്ടീഷൻ ചെയ്ത വിശ്രമ മുറി ഉണ്ടാക്കി. തിരുവനന്തപുരം, അങ്കമാലി, മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഞാൻ തന്നെ ഒരു കണ്ണാടി കൊണ്ട് ഒരു വിശ്രമ കേന്ദ്രം രൂപകൽപ്പന ചെയ്ത് എയർ കണ്ടീഷൻ ചെയ്ത്, അതിനകത്ത് ഫോൺ ചാർജ് ചെയ്യാം, പുസ്തകം വായിക്കാം, അവിടെ ഇരിക്കാം. സ്ത്രീകൾക്ക് വേറെ, ഫാമിലി ആയിട്ട് വരുന്നവർക്ക് വേറെ, പുരുഷന്മാർക്ക് അവിടെ ഇരിക്കാം. സ്ത്രീകൾക്ക് മാത്രം ഇരിക്കാൻ ഒരു സ്ഥലം, കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം, ഇതെല്ലാം ഒരുക്കിക്കൊണ്ട് വിവോ കമ്പനിയുടെ സ്പോൺസർഷിപ്പിൽ കേരളത്തിൽ ഏതാണ്ട് മിക്കവാറും തൃശ്ശൂർ അടക്കം എല്ലാ സ്ഥലങ്ങളിലും നമ്മളിത് ചെയ്തു. OS അംബിക MLA അധ്യക്ഷയായിരുന്നു. KSRTC ചെയർമാൻ ഡോക്ടർ PS പ്രമോദ് ശങ്കർ, ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ M പ്രദീപ്, വൈസ് ചെയർപേഴ്സൺ RS രേഖ, പ്രിയ സാബു, പ്രിയങ്ക, KS ബാബു, TR ജോയ്മോൻ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന ബജറ്റ് ഫണ്ടിൽ നിന്നുള്ള 10.30 കോടി രൂപ ചെലവിട്ടാണ് ആറ്റിങ്ങൽ KSRTC ഡിപ്പോ നവീകരിക്കുന്നത്.